ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ പേജ് നമ്പർ 45 മൂന്നാമത്തെ ചോദ്യം വരെയായിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതിൽ നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ കാണാം. ഒന്നിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം ഒന്നിൽ തന്നെ അവസാനിക്കുമെന്ന് സമർത്ഥിക്കുക. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടേതോ 6ൽ അവസാനിക്കുന്ന സംഖ്യയുടേതോ. അതായത് നമ്മൾ സ്ക്വയർ റിലേറ്റഡ് ചാപ്റ്റർ അല്ലേ പഠിക്കുന്നത്, വർഗമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ അല്ലേ. 1ൽ അവസാനിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. നമുക്ക് 1ൽ അവസാനിക്കുന്ന സംഖ്യകളൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ് 1ൽ അവസാനിക്കുന്ന സംഖ്യകൾ? 1ലല്ലേ അവസാനിക്കുന്നത്. പിന്നെയോ 11, 21, 31 അല്ലേ. ഇതൊക്കെ അല്ലേ 41. ഇതൊക്കെ 1ൽ അവസാനിക്കുന്ന സംഖ്യകളാണ്. ഇതിൽ അവസാനം 1 ഇവിടെയും ലാസ്റ്റ് ഡിജിറ്റ് 1 ആണല്ലോ. അപ്പം നമ്മളോട് പറഞ്ഞത് 1ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം അല്ലേ. ദ സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 1 ഓൾസോ എൻഡ് ഇൻ, അതായത് ഓൾസോ എൻഡ് ഇൻ 1. ആ നമ്പറിൻ്റെ സ്ക്വയറും 1ൽ തന്നെ അവസാനിക്കുന്ന. അത് നമുക്ക് നോക്കാം. 1ൻ്റെ സ്ക്വയർ എത്രയാ? 1ൻ്റെ സ്ക്വയർ 1 × 1 1 തന്നെ വരും അല്ലേ. 11 × 11 ചെയ്താൽ നിങ്ങൾക്ക് 121 കിട്ടും കേട്ടോ. ചെയ്ത് നോക്കുക. 21 × 21 ചെയ്താൽ 421 കിട്ടും. 31 × 31 ചെയ്താൽ 961 കിട്ടും. 41 ഇതിൻ്റെയൊക്കെ സ്ക്വയർ ആണ് കേട്ടോ അല്ലേ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വർഗം. ഇതിൻ്റെയൊക്കെ 2 പ്രാവശ്യം ഗുണിച്ച് കഴിഞ്ഞാൽ 41നെ 2 പ്രാവശ്യം ഗുണിച്ച് കഴിഞ്ഞാൽ 1681 കിട്ടും. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. ഈ നമ്പറിൻ്റെ 1ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ എല്ലാം സ്ക്വയർ അല്ലേ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഈ നമ്പറും എൻഡ് ചെയ്യുന്നത് ഏതിലാ? ഇവിടെ ലാസ്റ്റ് 1 ആണ് അല്ലേ. ഇവിടെ ലാസ്റ്റ് 1, ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1. അതായത് 1ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം 1ൽ തന്നെ അവസാനിക്കും. ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് അത് സമർത്ഥിക്കുക. നമ്മളോട് ഇങ്ങനെ എഴുതി നോക്കാൻ മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ കാരണം കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നിങ്ങൾ നോക്കുക, മിസ് ഇവിടെ 11 എന്നുള്ള നമ്പർ ഒന്ന് എഴുതാം. 11 എന്നുള്ള നമ്പറിനെ അതായത് 1ൽ അവസാനിക്കുന്ന നമ്പർ നമുക്കറിയാം. നമ്മൾ ഇന്നലെയൊക്കെ ചെയ്തത് എങ്ങനെയാണോ, അതായത് പൊതുവായിട്ടൊരു രൂപം ഉണ്ടാക്കിയെടുത്തു അല്ലേ. ഓർമ്മയില്ലേ നമ്മൾ n+1 എന്നൊക്കെ ചെയ്തത് ഇന്നലെ എണ്ണൽ സംഖ്യകളെ. അതേപോലെ നമ്മൾ 1ൽ അവസാനിക്കുന്ന സംഖ്യേൻ്റെ ഒരു പൊതുവായ രൂപം, ജനറൽ ഫോം എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് എഴുതി നോക്കാം. 1ൽ അവസാനിക്കുന്ന 1 പിന്നെ 1 എന്ന് തന്നെ പറയാം, അതവിടെ നിൽക്കട്ടെ. 11നെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഒരു 10ഉം അതിനോട് 1ഉം ചേർത്താലല്ലേ 11 കിട്ടുക. ഒരു ഒറ്റയുടെ സ്ഥാനം അതറിയാലോ. ഇത് 1ൻ്റെ സ്ഥാനം, ഇത് 10ൻ്റെ സ്ഥാനം. നമ്മൾ ഒറ്റ, 10, 100, 1000, 10000 എന്നല്ലേ പറയാം. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരു 10ഉം ഒരു 1ഉം കൂട്ടിയാലല്ലേ നമുക്ക് 11 കിട്ടുക അല്ലേ. 10 + 1 11. അതേപോലെ അടുത്ത നമ്പർ 21. 21ൽ ഒറ്റയുടെ സ്ഥാനം 1 അല്ലേ. 10ൻ്റെ സ്ഥാനം 2. അതായത് 2 10ഉം ഒരു 1ഉം ചേർന്നാൽ 2 10 എന്ന് പറഞ്ഞാൽ 20, അതിനോട് 1 ചേർന്നാൽ 21 അല്ലേ. അതായത് 21 എന്ന് പറഞ്ഞാൽ ശരിക്കും 2 10ഉം ഒരു 1ഉം അല്ലേ. അങ്ങനെയാണെങ്കിൽ 31 എന്ന് പറഞ്ഞാലോ 3 10ഉം ഒരു 1ഉം എന്ന് എഴുതാം. ശരിയല്ലേ. 41 എന്ന് പറഞ്ഞാലോ 4 10 ഒരു 1 എന്ന് എഴുതാം. 51 എന്ന് പറഞ്ഞാലോ. അങ്ങനെ ആര് വേണമെങ്കിലും ഇനി ഇങ്ങനെ നിങ്ങൾ എഴുതി ഒരു 351 1ൽ അവസാനിക്കുന്ന നമ്പർ അല്ലേ. വെറുതെ ഒരു എക്സാമ്പിൾ എഴുതാന്നേ ഉള്ളൂ കേട്ടോ. 351 എന്ന് പറഞ്ഞാൽ എന്താ? 35 10ഉം ഉണ്ടാവും, ഒരു 1ഉം ഉണ്ടാവും. ശരിയല്ലേ. 35 10ഉം ഒരു 1ഉം ചേർന്നാലല്ലേ നമുക്ക് എന്ത് കിട്ടുക? 351 എന്ന് കിട്ടുക. പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. 35 10 എന്ന് പറഞ്ഞാൽ 350 ആവും. അതിനോട് 1 ആഡ് ചെയ്താൽ മതി. അപ്പം 1ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയെയും നമുക്കിങ്ങനെ 10ൻ്റെ ഗുണിതം +1 എന്ന് മാറ്റി എഴുതിക്കൂടെ? ശരിയല്ലേ. ഏത് നമ്പറിനെ എങ്ങനെ മാറ്റി എഴുതിക്കൂടെ? ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, 71നെ എങ്ങനെ എഴുതാം? 7 10ഉം ഒരു 1ഉം. 7 10 70, അതിനോട് 1 ചേർത്താൽ 71 ആയില്ലേ. അതേപോലെ 91 എന്ന് പറഞ്ഞാലോ 9 10ഉം ഒരു 1ഉം ചേർന്നാൽ 91 ആയി. 100 എന്ന് പറഞ്ഞാലോ 10 10 100 അല്ലേ. അതിനോട് 1 കൂട്ടിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഏത് നമ്പറിനും 1ൽ അവസാനിക്കുന്ന ഏത് നമ്പറിനെയും നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10ൻ്റെ ഗുണിതം +1 അങ്ങനെ എഴുതാലോ. അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് പൊതുവായിട്ടൊന്ന് എഴുതുക? എങ്ങനെയാണ് പൊതുവായിട്ട് എഴുതുക?
10ൻ്റെ ഗുണിതത്തിന് അല്ലേ മിസ് എല്ലാത്തിനെയും നിങ്ങൾ ഇവിടെ നോക്ക് നമ്പർ ആണെങ്കിൽ ആ നമ്പർ ഇൻറ്റു എൻ അങ്ങനെ അങ്ങനെ എഴുതിയതല്ലേ. അതേപോലെ നമുക്ക് 10ൻ്റെ ഗുണിതത്തിന് 10 എൻ എന്ന് എഴുതിക്കൂടെ. 10 എൻ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു എൻ. അതായത് ഇത് 1 ഇൻറ്റു 10, 2 ഇൻറ്റു 10, 3 ഇൻറ്റു 10, 4 ഇൻറ്റു 10, 35 എല്ലാം 10ൻ്റെ ഗുണിതം അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10ൻ്റെ ഗുണിതമായിട്ട് 10ൻ്റെ ഗുണിതം പ്ലസ് 1, 10ൻ്റെ ഗുണിതത്തിന് നമുക്ക് അല്ലേ ആ നമ്പർ ഇൻറ്റു 10 എന്ന് എഴുതാം. ശരിയല്ലേ? അതിനോട് 1 കൂട്ടാം. എൻ ഇൻറ്റു 10നെ നമുക്കൊരു ഭംഗിക്ക് 10 എൻ എന്ന് എഴുതിക്കൂടെ. എൻ ഇൻറ്റു 10 എന്ന് പറഞ്ഞാലും 10 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം അല്ലേ. 5 ഇൻറ്റു 3 15ആണ്, 3 ഇൻറ്റു 5 15ആണ്. അപ്പോൾ പിന്നെ അത് തിരിച്ചും മറിച്ചും എഴുതുന്നതിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഈ 1 ഇൻറ്റു 10, 2 ഇൻറ്റു 10, 10ൻ്റെ ഗുണിതം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ, ഈ എൻ ഏത് നമ്പർ ആയാലും അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 10ൻ്റെ ഗുണിതമായില്ലേ. അപ്പോൾ എൻ ഇൻറ്റു 10 പ്ലസ് 1, ഈ എന്നുകൾ മാറിക്കൊണ്ടേയിരിക്കും ഇവിടുത്തെ സംഖ്യകൾ പോലെ. അപ്പോൾ ഏത് സംഖ്യ ആയാലും ശരി എൻ ഇൻറ്റു 10 പ്ലസ് 1 ചെയ്താൽ നമുക്ക് 1ൽ അവസാനിക്കുന്ന സംഖ്യേൻ്റെ ജനറൽ ഫോമാണ്. അതായത് 10ൻ്റെ ഗുണിതം പ്ലസ് 1. ശരിയല്ലേ? 10n പ്ലസ് 1 എന്ന് മാറ്റി എഴുതാം. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? മൾട്ടിപ്പിൾ ഓഫ് 10, 10ൻ്റെ ഗുണിതം പ്ലസ് 1 അല്ലേ. മലയാളത്തിൽ എങ്ങനെ എഴുതാം? 10ൻ്റെ ഗുണിതത്തിനോട് എത്ര കൂട്ടുന്നു? 1 കൂട്ടുന്നു. ഇതാണ് 1ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും പൊതുവായ രൂപം. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇത് അതിൻ്റെ പൊതുവായ രൂപമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 10n പ്ലസ് 1. ഇനി ഈ 1ൽ അവസാനിക്കുന്ന സംഖ്യേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു അല്ലേ. അപ്പം നമ്മൾ പൊതുവായിട്ട് എഴുതി വെച്ച ഇയാളെ സ്ക്വയർ ചെയ്ത് നോക്കണ്ടേ? ഇയാളെ വർഗവും കണ്ട് നോക്കണ്ടേ അല്ലേ. ഇയാളെ സ്ക്വയർ ചെയ്തിട്ട് നമുക്ക് എന്തെന്ന് തന്നെ തെളിയിക്കണം. 1ൽ അവസാനിക്കുന്ന ഏത് സംഖ്യേനെ സ്ക്വയർ ചെയ്താലും അതിൻ്റെ ഉത്തരത്തിൻ്റെ ഒക്കെ അവസാനം 1 എന്ന് കിട്ടുന്നുണ്ടെന്നല്ലേ തെളിയിക്കേണ്ടത്. അപ്പം നമ്മൾ 10 എന്നാണ് പറയുന്നത്. 1ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയെയും 10ൻ്റെ ഗുണിതം പ്ലസ് 1 എന്ന് മാറ്റി എഴുതാമെന്ന് നമ്മളിവിടെ എക്സാമ്പിൾ സഹിതം കണ്ടു. ഈ സാധനത്തിന് ഈ കിട്ടിയിട്ടുള്ള നമ്പറിനെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സ്ക്വയർ ചെയ്താലും ആ ഉത്തരം എന്തിൽ അവസാനിക്കണം? 1ൽ തന്നെ അവസാനിക്കണം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇങ്ങനെ എഴുതാം അല്ലേ. ഒന്ന് ജനറൽ ഫോം ഓഫ്, ഈ സാധനത്തിന് ഒന്ന് മാറ്റി എഴുതാം കേട്ടോ. ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണൽ സംഖ്യകൾ. ഈ 1, 11, 21, 31 ഒക്കെ എണ്ണൽ സംഖ്യകളല്ലേ അല്ലേ. ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1. 1ൽ അവസാനിക്കുന്ന അല്ലേ. 1ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും, ഏതു എണ്ണൽ സംഖ്യയുടെയും, ഏത് എണ്ണൽ സംഖ്യയുടെയും പൊതുവായ രൂപം എന്താണ്? പൊതുവായ രൂപം അല്ലേ. ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1, അല്ലെങ്കിൽ മലയാളത്തിൽ 1ൽ അവസാനിക്കുന്ന ഏത് എണ്ണൽ സംഖ്യയുടെയും പൊതുവായ രൂപം എങ്ങനെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്? 10ൻ്റെ ഗുണിതം പ്ലസ് 1. അതിപ്പോൾ എഴുതി വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ വർഗം കാണുന്നു. ഇതിൻ്റെ സ്ക്വയർ കാണണ്ടേ? സ്ക്വയർ ചെയ്യാൻ പോവാണ് കേട്ടോ. വർഗം അല്ലെങ്കിൽ സ്ക്വയർ ആരുടെ? ഈ 10n പ്ലസ് 1നെ നമ്മൾ സ്ക്വയർ ചെയ്യാൻ പോവാ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു നമ്പർ പ്ലസ് വേറെ നമ്പർ ഹോൾ സ്ക്വയർ. ഇത് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? നമ്മൾ തുടക്കം മുതൽ ഒരാളെ കാണുന്നുണ്ട്. എന്താ? ഇവിടെ നോക്കുക കേട്ടോ. മിസ് ഇവിടെ ഇക്വേഷൻ എഴുതുന്നുണ്ട്. എവിടേക്ക് നോക്ക്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ. തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ? ഒരു നമ്പർ പ്ലസ് വേറെ നമ്പർ അല്ലേ. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ മുഴുവനായിട്ട് 10n മുഴുവനായിട്ട് എക്സിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 10n പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 1 അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 10n പ്ലസ് 1. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2xy സ്ഥാനത്തൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയറിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 10n മുഴുവനായിട്ട് എക്സിൻ്റെ സ്ഥാനത്തുണ്ട്. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടുക.
കാരണം ഒരു നമ്പർ അല്ലല്ലോ ഇവിടെ 10 തന്നെ ഉണ്ട് അല്ലേ. ഈ രണ്ടാളെയും നമ്മൾ സ്ക്വയർ ചെയ്യണം. എക്സിനെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുന്നില്ലേ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 10 തന്നെ. 10 തന്നെ സ്ക്വയർ ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ, ഇവിടെ വൈ 1 അല്ലേ, പ്ലസ് വൈ സ്ക്വയർ, വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 1, അപ്പോൾ 1 സ്ക്വയർ വരും. ഇനി നമുക്കറിയാം 10 എന്നിൻ്റെ സ്ക്വയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10നെ 2 പ്രാവശ്യം ഗുണിക്കല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടവർക്കറിയാം നമ്മൾ ഈ ബ്രാക്കറ്റ് ഇടുന്ന എന്തിനാ, 10നും സ്ക്വയർ ചെയ്യണം, 2നും സ്ക്വയർ ചെയ്യണം. ഈ സ്ക്വയർ 2 പേർക്കും ഉള്ളതാ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 എന്നല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലേ. 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10. എന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ. ഓക്കെ, ഇനി എന്തുണ്ട് ഇവിടെ, 2 ഇൻറ്റു 10 ഇൻറ്റു n, ശരിയല്ലേ. അതിന് നമുക്ക് എന്തെഴുതാം, മിസ് ഒന്നും മാറ്റുന്നുണ്ട്, ഒന്നുമില്ല. ഈ 10ന് ആദ്യം എഴുതുന്നു, 2 ഇൻറ്റു n തമ്മിൽ ഗുണിച്ചിട്ട് 2n എന്ന് എഴുതുന്നു. നമുക്കറിയാലോ 3 ഇൻറ്റു എക്സിനെ നമ്മൾ 3x, 10 ഇൻറ്റു എക്സിനെ 10x എന്നൊക്കെ എഴുതാറില്ലേ. അതേപോലെ 2 ഇൻറ്റു എന്നിനെ 2n എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. അതിൽ ആ 10നെ മാറ്റി വെച്ചതിലൊരു കാരണമുണ്ട്, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. നമുക്ക് 10നെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഈ 2n 10നെ അവിടെ തന്നെ വെച്ചു. ഇനി 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 എന്ത് തന്നെ വരും, 1 എന്ന് തന്നെ വരും. നിങ്ങൾ നോക്ക്, ഇവിടെ നമുക്ക് ഈ 2 നമ്പറിലും ആരുണ്ട്, പൊതുവായിട്ട് ആരുണ്ട്, ഈ ഒന്നാമത്തെ നമ്പർ എടുത്ത് ഇയാളെ മാത്രം നോക്കുക കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 10 ഉണ്ട്, ശരിയല്ലേ. ഇവിടെ 2 10 ഉണ്ട്, നമുക്ക് തൽക്കാലം ഒരു 10 മതി. ഇവിടെ ഒരു 10 ഉണ്ട്. ഈ 2 എണ്ണത്തിൽ നിന്നും ഒരു 10നെ പിടിച്ച് പുറത്തേക്ക് എടുക്കുന്നു. നമ്മൾ 10ന് ഔട്ട് സൈഡ് എടുത്തു കേട്ടോ. അപ്പോൾ 10, ഓക്കെ. ഇവിടെ 10 കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തൊക്കെയാണുള്ളത്, ഈ 10നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. കാരണം ഈ 2 ടേമിലും 10 ഉണ്ട്, നമുക്ക് കോമൺ ആയിട്ടുള്ള ആളെ പുറത്തെടുക്കുക എന്നുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ പച്ച കളറിൽ വട്ടത്തിലാക്കി വെച്ച്, അങ്ങനെ ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഈ 2 ആളിൽ നിന്ന് നമ്മൾ 2ലും 10 ഉള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്ത പരിപാടിയാണ്. നമുക്ക് തെളിയിക്കണമെങ്കിൽ നമുക്കിതൊക്കെ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ 10നെ പിടിച്ച് പുറത്തിട്ടു. ഇനി ഇവിടെ ആരാ ബാക്കി ഉള്ളത്, ഒരു 10 ഉണ്ട്, ഒരു n സ്ക്വയറും ഉണ്ട്, ശരിയല്ലേ. അപ്പോൾ മിസ് എന്തെഴുതുന്നു, 10n സ്ക്വയർ എന്ന് എഴുതുന്നു. നടുവിലൊരു പ്ലസ് ഉണ്ട്. ഇവിടെ ഈ പച്ച കളറിലെ വട്ടട്ടച്ച 10നെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുത്തു. ബാക്കി ഇവിടെ ആര് മാത്രമാണ് ഉള്ളത്, 2n ഉണ്ട് അല്ലേ. 2n പ്ലസ് 1, ബാക്കിയുള്ള ഒന്നിന് അങ്ങനെ തന്നെ എഴുതി. ആ ബ്രാക്കറ്റ് ഇട്ടത് എന്തിനാന്ന് മനസ്സിലായോ, ഈ 10 എന്ന് പറയുന്നത് ഈ 2 ആളിലും മാത്രമല്ലേ ഉള്ളൂ അല്ലേ, ഈ ഒന്നിലില്ലല്ലോ. അപ്പോൾ ഈ 2 ആൾക്കാരെ മാത്രം കൂട്ടിയിട്ട് ബ്രാക്കറ്റ് ഇട്ടു. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ 10നെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുത്ത സമയത്ത് ബാക്കിയുള്ള ടേംസ് ബ്രാക്കറ്റിൽ എഴുതി. കാരണം ഈ 10നെ തിരിച്ച് ഉള്ളോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഈ മേലത്തെ സെയിം സ്റ്റെപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ട് അതിന് മാറ്റം വരാൻ പാടില്ലല്ലോ. 10നെ ഇങ്ങോട്ട് ഗുണിച്ചാൽ 10 ഇൻറ്റു 10 തന്നെ വരൂലേ ഇവിടെ. അതേപോലെ ഈ ബ്രാക്കറ്റിൽ ഇങ്ങോട്ട് ഗുണിച്ചാൽ 2 ഇൻറ്റു 10 ഈ സെയിം സാധനം കിട്ടൂലേ. അതിന് വേണ്ടിയിട്ടാണ് 10 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു 1ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയും ഏത് രൂപത്തിലാണ് ഉണ്ടാവുക, 10ൻ്റെ ഗുണിതം പ്ലസ് 1, ശരിയല്ലേ. നമ്മൾ നേരത്തെ അവിടെയൊക്കെ ചെയ്തു. 1ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യ എന്ന് പറഞ്ഞാലോ ഒരു 10ൻ്റെ ഗുണിതവും പ്ലസ് 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1ൽ അവസാനിക്കുന്ന സംഖ്യ എന്നല്ല അർത്ഥം. ഈ എഴുതിയിരിക്കുന്നത് ഒരു 10ന് ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റിലുള്ളത് ഏത് നമ്പർ ആയിക്കോട്ടെ, നമ്മൾ n കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പല നമ്പറുകളും കിട്ടും. n ഏത് വിലയാണേലും ഈ നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അത് 10ൻ്റെ ഗുണിതമായിട്ട് മാറിയില്ലേ, മൾട്ടിപ്പിൾ ഓഫ് 10 ആവൂലേ, ശരിയല്ലേ. നമ്മൾ ഏത് നമ്പറിനെയും 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അത് 10ൻ്റെ ഗുണിതവും, അതിൽ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 10 അല്ലേ. ഇതിനെ മൊത്തത്തിൽ 10ൻ്റെ ഗുണിതം പ്ലസ് 1, 10ൻ്റെ ഗുണിതം പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1ൽ അവസാനിക്കുന്ന സംഖ്യയല്ലേ അല്ലേ. 41ന് നമ്മൾ 4 ഇൻറ്റു 10, ഇത് 10ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. പ്ലസ് 1 ചെയ്തപ്പോൾ 41 അവസാനിക്കുന്നത് 1ലാണ്. 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 30 അല്ലേ. 30 എന്ന് പറഞ്ഞാൽ 10ൻ്റെ ഗുണിതല്ലേ, അതിനോട് 1 കൂട്ടിയപ്പോൾ 31. ഇവിടെയും 1ലാണ് അവസാനിക്കുന്നത്. അതായത് 10ൻ്റെ ഏത് ഗുണിതത്തെയും 1 കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യ അവസാനിക്കുന്നത് 1ലായിരിക്കൂലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കൺക്ലൂഡ് ചെയ്യാം ലാസ്റ്റ്, ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിനൊന്ന് നമുക്ക് വേർഡ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 10 പ്ലസ് 1 അല്ലേ. അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെഴുതാം,
10ൻ്റെ ഗുണിതത്തിനോട് 1 കൂട്ടുന്നു. 10ൻ്റെ ഗുണിതത്തിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യ എന്തായിരിക്കും? ഇത് 1-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയായിരിക്കും അല്ലേ? ദിസ് നമ്പർ എൻഡ്സ് ഇൻ 1. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇവിടെ നമ്മളെ പ്രൂഫ് കഴിഞ്ഞു. Therefore the square of any number ending in 1 also end in 1 എന്ന് വെച്ചാൽ എന്താ? ദ സ്ക്വയർ ഓഫ് എനി നമ്പർ, ഏത് സംഖ്യയുടെയും വർഗം, എന്ത് വർഗം? 1-ൽ അവസാനിക്കുന്ന, അല്ലേ? ഇതൊക്കെ 1-ൽ അവസാനിക്കുന്ന സംഖ്യകളല്ലേ? 1-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും വർഗം എന്തിൽ തന്നെ അവസാനിക്കും? ഓൾസോ എൻഡ് ഇൻ 1 എന്ന് എഴുതിയത് 1-ൽ തന്നെ അവസാനിക്കും. അത് നമ്മൾ എക്സാമ്പിൾ സഹിതം ഇവിടെ തുടക്കം മുതലേ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു തെളിവ് കൊടുത്തതാണ് അല്ലേ? 1-ൽ അവസാനിക്കുന്ന സംഖ്യേനെ നമ്മൾ 10ൻ്റെ ഗുണിതം പ്ലസ് 1 എന്ന് മാറ്റി എഴുതി. എന്നിട്ട് അതിനെ പൊതുവായ രൂപം 10n + 1 എന്ന് മാറ്റി. അതിന് നമ്മൾ സ്ക്വയർ കണ്ടു ജനറൽ ആയിട്ട് അല്ലേ? എന്നിട്ട് അതിൻ്റെ വർഗം കണ്ടപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടി ഇതും 10ൻ്റെ ഗുണിതം പ്ലസ് 1 എന്ന് പറഞ്ഞു. 10ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1-ൽ അവസാനിക്കുന്ന സംഖ്യയേ ആവുള്ളൂ. അതിന് എക്സാമ്പിൾ നമ്മളിവിടെ ചെയ്തു. അപ്പം ഏത് 1-ൽ അവസാനിക്കുന്ന സംഖ്യയെയും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, വർഗം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവും 1-ൽ തന്നെ അവസാനിക്കുന്നു. നമ്മളിവിടെ തെളിയിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ മലയാളം നിങ്ങൾ എഴുതൂലേ? 1-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും വർഗവും 1-ൽ തന്നെ അവസാനിക്കും. എഴുതി തരണോ? 1-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും വർഗവും 1-ൽ തന്നെ അവസാനിക്കുന്നു നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? ഇതേപോലെ ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1-ൽ അവസാനിക്കുന്നതിൻ്റെ കഥയല്ലേ നമ്മൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ 5-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ ഏതോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? 5-ൽ അവസാനിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ ആണ് അല്ലേ പറഞ്ഞത്? 5-ൽ അവസാനിക്കുന്ന സംഖ്യകളൊന്നും നമുക്ക് എഴുതാം ആദ്യം. 5 കഴിഞ്ഞാൽ പിന്നെ 5-ൽ അവസാനിക്കാരാ? 15. ശരിയല്ലേ? 25, 35. ഓക്കെ, 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെയൊക്കെ വർഗ്ഗം അല്ലേ? എല്ലാത്തിൻ്റെയും സ്ക്വയറാണ് നമ്മളിവിടെ കഥ പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും മിസ് സ്ക്വയർ ചെയ്തു. 5 × 5, 5ൻ്റെ സ്ക്വയർ 25. 15 × 15 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 225 എന്ന് കിട്ടും. 25 × 25 ചെയ്താൽ 625 എന്ന് കിട്ടും. 35 × 35 ചെയ്താൽ 1225 എന്ന് കിട്ടും. അതായത് സംഖ്യകളൊക്കെ 5-ൽ അവസാനിച്ചപ്പം അതിന് നമ്മൾ സ്ക്വയർ ചെയ്തപ്പോൾ അതിൻ്റെ വർഗം കണ്ടപ്പോൾ കിട്ടിയ ഉത്തരവും എന്തിൽ തന്നെ അവസാനിക്കുന്നു? 5-ൽ തന്നെ അവസാനിക്കുന്നു. ശരിയല്ലേ? 25ൻ്റെ അവസാനം 5 അല്ലേ? 225, 625, 1225. ഇനി നിങ്ങൾ ഏതിൻ്റെ വേണമെങ്കിലും ചെയ്തോ. 45 × 45 ചെയ്ത് നോക്ക്, അതിൻ്റെ ഉത്തരവും 5-ൽ തന്നെ അവസാനിക്കും. അതേപോലെ 95 × 95 ചെയ്ത് നോക്ക്, അതിൻ്റെ ഉത്തരവും 5-ൽ തന്നെ അവസാനിക്കും. അപ്പം ഇതിൻ്റെ കാരണവും നമുക്ക് തെളിയിച്ചു കൊടുക്കണം. ഇതേപോലെ ജനറലായിട്ട് എടുത്തിട്ട് നമുക്ക് 5-ൽ അവസാനിക്കുന്ന സംഖ്യകളെയൊക്കെ ഒന്ന് പൊതുവായിട്ട് എഴുതാം അല്ലേ? പൊതുവായ രൂപം എഴുതിയാലല്ലേ നമുക്ക് അതിനെ സ്ക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 15 എന്ന് പറയുന്ന നമ്പറിനെ മിസ്സിന് എങ്ങനെ മാറ്റി എഴുതാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ൻ്റെ ഗുണിതം പ്ലസ് 5 എന്ന് എഴുതിക്കൂടെ? 10 × 1 എന്ന് പറഞ്ഞാൽ 10 + 5 അല്ലേ 15. 25 എന്ന് പറഞ്ഞാലോ 10 × 2 + 5. ശരിയല്ലേ? ഇനി തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 × 10, 2 10ഉം 1 5ഉം ചേർന്നാൽ 2 10 എന്ന് പറഞ്ഞാൽ 20 അല്ലേ? 20 + 5 25. ഇനി 3 10ഉം 1 5ഉം ചേർന്നാൽ 35. ശരിയല്ലേ? അപ്പോൾ 35 നമുക്ക് എന്ത് എഴുതാം? 3 10 അല്ലെങ്കിൽ 10 × 3 30 വരും അല്ലേ? അതിനൊരു 5 കൂട്ടിയാൽ മതി. 45 കിട്ടണമെങ്കിലോ 4 10ഉം 1 5ഉം ചേർന്നാൽ മതി. ശരിയല്ലേ? ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ഏത് വേണമെങ്കിലും എഴുതിക്കോ. വേണമെങ്കിൽ ഒരു 235 എഴുതിക്കോ. എത്ര വരും? 10 പ്രാവശ്യം 23. 23 10 എന്ന് വെച്ചാൽ 230 അല്ലേ? അതിനോടൊരു 5 കൂട്ടിയാൽ 235 എന്ന് കിട്ടും അല്ലേ? 5-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ?
നേരത്തെ നമ്മൾ പറഞ്ഞു ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 10ന്റെ ഗുണിതം പ്ലസ് 1 അതേപോലെ തന്നെ നമുക്ക് ഇതിനെയും പറഞ്ഞൂടെ 10ന്റെ ഗുണിതം പ്ലസ് 5 അല്ലേ? 10ന്റെ ഗുണിതത്തിനോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യകളൊക്കെ 5ൽ അവസാനിക്കുന്ന രൂപത്തിലല്ലേ ഉണ്ടാവുക? കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ പൊതുവായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ പൊതുരൂപം എങ്ങനെ എഴുതാം? 10ന്റെ ഗുണിതത്തിന് നമ്മൾ നേരത്തെ 10n എന്നായിരുന്നു അല്ലേ എഴുതിയത്. നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 10 പ്ലസ് 5. 10ന്റെ ഗുണിതത്തിനോട് നമ്മൾ എന്ത് കൂട്ടി? 5 കൂട്ടി. അത് മാത്രമാണ് ഇവിടെ ചെയ്തത്. 10ന്റെ ഗുണിതം പ്ലസ് 5 ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ 5ലാണ് അവസാനിക്കുന്നത് നമ്മൾ ചെയ്തു. എക്സാമ്പിൾ വെച്ച് ചെയ്തു അല്ലേ? 45 എന്ന് പറഞ്ഞാൽ 4 × 10 40. 10ന്റെ ഗുണിതല്ലേ 40, മൾട്ടിപ്പിൾ അല്ലേ, അതിനോട് 5 കൂട്ടി. അപ്പം 45. 45ന്റെ എൻഡിൽ 5 അല്ലേ? അങ്ങനെ ഏത് നമ്പർ എടുത്താലും നമുക്ക് എഴുതാം അല്ലേ? ഓക്കെ. അപ്പം ഇനി നമുക്ക് ഈ പൊതുവായിട്ടുള്ള രൂപത്തിന് സ്ക്വയർ ചെയ്യണം അല്ലേ? അതായത് ഈ 10n മൾട്ടിപ്പിൾ ഓഫ് 10 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 10നെ 10n എന്ന് എഴുതിക്കൂടെ അല്ലേ? 10ന്റെ ഗുണിതത്തിനെ 10n എന്ന് എഴുതാം. കാരണം എന്നിന് ഏത് സംഖ്യ കൊടുത്താലും അത് 10ന്റെ ഗുണിതമായിരിക്കും. എന്നിന് 1 കൊടുത്താൽ 10 × 1, എന്നിന് 2 കൊടുത്താൽ 10 × 2, എന്നിന് 3 കൊടുത്താൽ 10 × 3. ഇതൊക്കെ 10ന്റെ ഗുണിതങ്ങളല്ലേ, മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പം നമുക്ക് പൊതുവായ രൂപം എങ്ങനെ എഴുതാം? 10 × n എന്ന് എഴുതാം അല്ലേ? 10 × n എന്ന് പറഞ്ഞാൽ 10n എന്ന് എഴുതാം. പ്ലസ് 5, അതിനോട് 5 കൂട്ടുന്നു. അതല്ലേ ഇതിൻ്റെ പൊതുവായ രൂപം, ജനറൽ ഫോം. ഓക്കെ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. അതായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തത്. ശരിയല്ലേ? ഓക്കെ. ഇവിടെ നോക്കുക, സ്ക്വയർ ചെയ്യാൻ പോവാണേ. 10n പ്ലസ് 5നെ സ്ക്വയർ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്ന് പറയുന്നത് x ആണ്, ഇത് y ആണ് അല്ലേ? അപ്പോൾ x പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഓർമ്മ ഉണ്ടല്ലോ. x² പ്ലസ് 2xy പ്ലസ് y². അതേപോലെ x സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 10n² പ്ലസ് 2 × x × 10n അല്ലേ ഇൻറ്റു y എന്ന് പറയുമ്പോൾ 5 പ്ലസ് y² എന്ന് പറയുമ്പോൾ 5² അല്ലേ? ആദ്യത്തെ നമ്പർ എക്സും രണ്ടാമത്തെ നമ്പർ വൈയും ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 10n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10നെയും സ്ക്വയർ ചെയ്യണം, എന്നിനെയും സ്ക്വയർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നത്. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 10 × 10 അല്ലേ? 10നെയും സ്ക്വയർ ചെയ്യണം, എന്നിനെയും സ്ക്വയർ ചെയ്യണം. അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് ഇനി നമുക്ക് എന്താ എഴുതാം? ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ ഒരു 2 × 5 ചെയ്തൂടെ നമുക്ക്? 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടും? 2 × 5 10 എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ പിന്നെ ആരുണ്ട്? ഒരു 10 ഉണ്ട്. അപ്പോൾ 10 × 10 അതിന് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. 2ഉം 5ഉം ഗുണിച്ചപ്പോൾ 10 എന്ന് കിട്ടി. പിന്നെ മിസ് എന്ത് ചെയ്തു? ഈ 10n അതേപോലെ തന്നെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ മാറ്റാം. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 25. ഓക്കെ. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 അല്ലേ? 10 × 10 100 n² പ്ലസ് അതേപോലെ ഇവിടെ ഈ 2ഉം 5ഉം ഗുണിച്ചപ്പോൾ 10 കിട്ടി. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളൊരു 10ഉം. ഈ 10ഉം 10ഉം തമ്മിൽ നമുക്ക് ഗുണിച്ചൂടെ? 10 10 100 100n പ്ലസ് 25. കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ നേരത്തെ പോലെ തന്നെ ഈ ടേംസ് മാത്രം നിങ്ങൾ പരിഗണിക്കുക. ഇതിലാരാ കോമൺ ആയിട്ട്? 25 അവിടെ നിൽക്കട്ടെ. ഇതിലാരാ പൊതുവായിട്ടുള്ളത്? ഒരു 100 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ കോമൺ അല്ലേ? ഇവിടെയും ഉണ്ട് 100, ഇവിടെയും ഉണ്ട് 100. അപ്പം നമുക്ക് ആ 100നെ പിടിച്ച് പുറത്തേക്ക് എടുത്തൂടെ? ശരിയല്ലേ? പൊതുവായിട്ടുള്ള ആളെ മിസ് പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ 100 കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? n². അപ്പോൾ n². നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. ആ ട്രാക്ക് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് മനസ്സിലാക്കി ചെയ്ത് പഠിച്ചാൽ ട്രാക്ക് കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 100 കഴിഞ്ഞാൽ അവിടെ n² ഉള്ളൂ. അപ്പോൾ 100 എന്ന് എഴുതി ഒരു ബ്രാക്കറ്റ് ഇട്ടു, എന്നിട്ട് n² എഴുതി, പ്ലസ് ഇട്ടു. ഈ പ്ലസ് ഇങ്ങോട്ട് ഇട്ടു. പിന്നെയോ ഈ 100നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയില്ലേ? ഈ 2 100നെയും കൂടെ ഒറ്റ 100ആയിട്ട് പുറത്ത് എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ഇവിടെ 100 പോയാൽ പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? n മാത്രമേ ഉള്ളൂ. അപ്പോൾ n² പ്ലസ് n എന്ന് എഴുതാം. പ്ലസ് 25 വേറെ തന്നെയാണ്, അതിനെഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് ഇത് ഏതെങ്കിലും നമ്പർ ആയിരിക്കില്ല. എന്നിന് എന്ത് വില കൊടുത്താലും എന്നിന് 5 കൊടുത്തു കഴിഞ്ഞാൽ 5² പ്ലസ് 5 എന്ന് കിട്ടും. 5ന്റെ സ്ക്വയർ 25. 25 പ്ലസ് 5 30. അതായത് എന്നിന് നിങ്ങൾ എന്ത് വില കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വാല്യൂ കൊടുത്താലും ഇതൊരു നമ്പറായിട്ട് മാറൂലേ?
ശരിയല്ലേ? ഈ നമ്പർ ഇൻറ്റു 100, അതായത് 100ൻ്റെ മൾട്ടിപ്പിൾ ആവും അല്ലേ? ഏത് നമ്പറിനെ നമ്മൾ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 100ൻ്റെ മൾട്ടിപ്പിൾ ആവൂലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 100 അല്ലേ? പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ? എന്താണ് n² + n എന്ന് പറഞ്ഞാൽ n-ൻ്റെ ഗുണിതമാണ് കേട്ടോ. അതായത് ഏതോ ഒരു നമ്പർ കിട്ടും ഇത് ചെയ്താൽ, n-ന് എന്ത് വില കൊടുത്താലോ ആ നമ്പർ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ അത് 100ൻ്റെ ഗുണിതം എന്നല്ലേ അർത്ഥം? 100ൻ്റെ ഗുണിതത്തിനോട് 25 കൂട്ടുന്നു. 100ൻ്റെ ഗുണിതം പ്ലസ് 25 എന്ന് മാറ്റി എഴുതാം. എടാ നമുക്കിപ്പോൾ ഇവിടെ എന്താ തെളിയിക്കേണ്ടത്? അത് മറന്നു പോകരുതേ. 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയെയും സ്ക്വയർ ചെയ്താലും അല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ 5ൽ അവസാനിക്കുന്ന ഈ നമ്പറിനെയൊക്കെ സ്ക്വയർ വർഗം കണ്ടപ്പോഴും ആ നമ്പറും 5ൽ തന്നെ അവസാനിക്കുന്നല്ലേ തെളിയിക്കേണ്ടത്. അപ്പോൾ 5ൽ അവസാനിക്കുന്ന സംഖ്യേനെ നമ്മൾ പൊതുവായിട്ട് 10n+5 എന്ന് എഴുതി, അതിനെ സ്ക്വയർ ചെയ്തു. ഇനി നമുക്ക് തെളിയിക്കണം ഈ ലാസ്റ്റ് കിട്ടിയ ഉത്തരവും 5ൽ തന്നെ അവസാനിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, 100ൻ്റെ ഗുണിതം ഏത് ഗുണിതം വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതാ 1 × 100 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? 100ൻ്റെ ഗുണിതങ്ങൾ എഴുതുക കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 100ൻ്റെ ഗുണിതം 1 × 100 100. 100നോട് നിങ്ങളൊന്ന് 25 കൂട്ട്, എത്ര കിട്ടും? 125. ഇത് 5ലല്ലേ അവസാനിക്കുന്നത് അല്ലേ? ഇവിടെ 5 കണ്ടോ? ഇനി 100ൻ്റെ ഗുണിതം അല്ലേ? 100ൻ്റെ ഗുണിതം പ്ലസ് 25 എന്നാണ് കിട്ടിയത്. ഇനി 2 × 100 100ൻ്റെ ഗുണിതം അല്ലേ? 2 × 100 200. 200നെ നിങ്ങളൊന്ന് 25 കൊണ്ട് കൂട്ട്, എന്തിലേ അവസാനിക്കുള്ളൂ? 5 തന്നെയല്ലേ അവസാനിക്കുന്നത് അല്ലേ? ഇനി 100ൻ്റെ ഗുണിതാണ് 3 × 100. 3 × 100 എത്ര വരും? 300 എന്ന് വരും. 300നെ നിങ്ങളൊന്ന് 25 കൊണ്ട് കൂട്ട്, എത്ര വരും? 325. അതായത് ഏത് 100ൻ്റെ ഗുണിതത്തിനോടും 25 കൂട്ടിക്കഴിഞ്ഞാലും അവസാനം കിട്ടുന്ന നമ്പർ, അവസാനത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ആര് തന്നെയായിരിക്കും? 5 തന്നെയാണെന്ന് കിട്ടിയില്ലേ അല്ലേ? ഏത് 100ൻ്റെ ഗുണിതത്തിനോടും 25 കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം 5 എന്ന് തന്നെ കിട്ടും. അതല്ലായിരുന്നോ നമുക്ക് തെളിയിക്കേണ്ടത്? 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും വർഗം 5ൽ തന്നെ അവസാനിക്കുന്നല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്? ഇപ്പം നമ്മൾ തെളിയിച്ചില്ലേ, 5ൽ അവസാനിക്കുന്ന 10n+5നെ നമ്മൾ സ്ക്വയർ ചെയ്തു, എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ 100ഒക്കെ ഔട്ട്സൈഡ് എടുത്ത് കിട്ടി. അപ്പം നമുക്ക് അവസാനം കിട്ടി ഈ കിട്ടുന്ന ഉത്തരം 100ൻ്റെ ഗുണിതവും അതിനോടൊരു 25ഉം കൂട്ടിയതായിരിക്കും. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കിയപ്പോൾ 100ൻ്റെ ഏത് ഗുണിതത്തിനോടും 25 കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പം നമ്മൾ തെളിയിച്ചു. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ദ സ്ക്വയർ ഓഫ് എനി നമ്പർ അല്ലേ? ഏത് സംഖ്യയുടെയും വർഗം, എന്ത് വെറുതെ വർഗമാണോ? അല്ല, 5ൽ അവസാനിക്കുന്ന എൻഡിങ് ഇൻ 5, 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും വർഗം എന്തിൽ തന്നെ അവസാനിക്കും? എൻസ് ഇൻ 5 എന്ന് എഴുതാം അല്ലേ? 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം എന്തിൽ തന്നെ അവസാനിക്കും? 5ൽ തന്നെ അവസാനിക്കും എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനത്തെ പ്രൂഫുകൾ ചെയ്യാൻ നമ്മളോട് ഇങ്ങനെ തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പൊതുവായിട്ട് അതിൻ്റെ രൂപം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഉത്തരത്തിന് എന്തുകൊണ്ട് ഗുണിച്ചാൽ, എന്നിട്ട് അതിനൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ മതി. പറയുമ്പോൾ കുറേ ഉണ്ടെങ്കിലും നിങ്ങൾ ശരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്താൽ, അപ്പോൾ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. 1ൽ അവസാനിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 10ൻ്റെ ഗുണിതം +1, ഈ 10n+1 ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. 5ൽ അവസാനിക്കുന്നതാണെങ്കിൽ 10ൻ്റെ ഗുണിതത്തിനോട് 5 കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 6ൽ അവസാനിക്കുന്ന സംഖ്യ എന്തായിരിക്കും? 10ൻ്റെ ഗുണിതത്തിനോട് 6 കൂട്ടിയാൽ പോരെ? അപ്പോൾ ഏതിൽ അവസാനിച്ചാലും ശരി 10ൻ്റെ മൾട്ടിപ്പിൾ +1. അപ്പോൾ ഇത് 10n+1. ഇനി 2ൽ അവസാനിക്കുകയാണെങ്കിൽ 10n+2, 3ലാണെങ്കിൽ 10n+3, 5ലാണെങ്കിൽ 10n+5, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതൊന്ന് പഠിച്ചു വെക്കാം. എന്നിട്ട് ഇതേപോലെ അതിനെ സ്ക്വയർ ചെയ്യുക. ഈ ഒരു ഭാഗമാണ് ഇമ്പോർട്ടൻറ്റ്. ഔട്ട്സൈഡ് എടുക്കുന്നു, ആ രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു. ഇത് നമ്മൾ 5ൻ്റെ കാര്യം പറഞ്ഞതാട്ടോ. വേറെ തന്നെ ചോദ്യമാണ്. ഒന്ന് നമ്മളോട് 1ൽ അവസാനിക്കുന്നതിൻ്റെ കാര്യം ചോദിച്ചു, അത് നമ്മൾ തെളിയിച്ചു. പിന്നെ ചോദിച്ചു 5ൽ അവസാനിക്കുന്നതോന്ന്, അതും തെളിയിച്ചു. ഇനി 6ൽ അവസാനിക്കുന്നതോന്ന് ചോദിക്കുന്നുണ്ട്. അത് മിസ് നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ 6ൽ അവസാനിക്കുന്ന സംഖ്യേൻ്റെ പൊതുവായ രൂപം എങ്ങനെയായിരിക്കും?
ആ 10ന്റെ ഗുണിതത്തിനോട് 6 കൂട്ടിയാൽ പോരെ, ഈ 5 എന്നുള്ളതിന് പകരം 6 ആവും, വേറെ മാറ്റമൊന്നും വരൂല. എന്നിട്ട് നിങ്ങൾ ഇവിടെയൊക്കെ 6ന്റെ സ്ക്വയർ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ കമൻ്റ് ആയിട്ട് പറയാം. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് കാര്യം മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങളായിട്ട് കാണാം. താങ്ക്